സ്കൂളുകളിലെ പാദപൂജയിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് KSU. നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. സ്കൂളുകളുടെ മറവിൽ RSS സ്ലീപ്പിംഗ് സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും കൂട്ടുനിൽക്കുന്ന അധ്യാപകർക്കെതിരെയും നടപടി വേണമെന്നും KSU ആവശ്യപ്പെടുന്നുണ്ട്. വിവരങ്ങളുമായി സുനീഷ ഇല്ലൊരു കൂടി ചേരുന്നുണ്ട് നമുക്കൊപ്പം. സുനീഷ, ഗുഡ് മോർണിംഗ് സുനീഷ. ഈ പാദപൂജ വിഷയത്തിൽ DYFIയും SFIയുമാണ് ആദ്യം പ്രതിഷേധം അറിയിച്ചതെങ്കിൽ ഇപ്പോൾ KSU കൂടി ശക്തമായി പ്രതിഷേധിച്ച് രംഗത്ത് വരികയാണോ? തീർച്ചയായിട്ടും അരുൺ, ഇപ്പോൾ KSU കൂടി നിയമ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. പ്രധാനമായും ഈ വിഷയം ഇപ്പോൾ കാസർഗോഡ് മാവേലിക്കരയിലും ഒക്കെ കണ്ടതുപോലെ ഇതേ രീതിയിൽ വിദ്യാർത്ഥികളെ കൊണ്ട് പാദപൂജ ചെയ്യിക്കുന്ന കാര്യങ്ങൾ അത് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ KSUവും കത്ത് നൽകിയിരിക്കുന്നത്. കൃത്യമായ ഒരു സമഗ്ര അന്വേഷണം ഇതിൽ ആവശ്യമാണ് എന്നുള്ളതാണ് KSU ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ പറയുന്നത്. ഒപ്പം തന്നെ നിയമ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം കൂടി പറയുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷമായി ഇതേ രീതിയിൽ സ്കൂളിന്റെ മറവിൽ BJP സ്ലീപ്പിംഗ് സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആരോപണമായി ഉയർന്നിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ ഇക്കാര്യം കൂടി സമഗ്ര അന്വേഷണത്തിന്റെ ഭാഗമാക്കണം, ഇതുകൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന അധ്യാപകരെ കൂടി കുറ്റക്കാരായി കണ്ടുകൊണ്ട് അവർക്കെതിരെയും നടപടി സ്വീകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കണമെന്നത് കൂടി KSUവിന്റെ ഈ കത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും നിയമ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ്. അല്ല എങ്കിൽ ഒരുപക്ഷെ പ്രതിഷേധത്തിലേക്ക് അടക്കം കടക്കാനുള്ള സാധ്യത കൂടി KSU പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇത്തരം ഒരു സാഹചര്യം സാക്ഷരത കേരളത്തിന് അപമാനകരമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ആ കത്തിലൂടെ പറയുകയും ചെയ്യുന്നത്. അത് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഏത് തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കും, അത്തരത്തിലൊരു സമഗ്രാന്വേഷണത്തിലേക്ക് കടക്കുമോ എന്നതൊക്കെ തന്നെയാണ് അറിയേണ്ടത്. ഏതായാലും നിയമ നടപടി അത് ഈ പാദസേവ ചെയ്യിപ്പിക്കുന്നവർക്കെതിരെയും അത് കൂട്ടുനിൽക്കുന്ന അധ്യാപകർക്കെതിരെയും അത് കണ്ടു നിൽക്കുന്ന അധ്യാപകർക്കെതിരെയും വേണമെന്നുള്ളതാണ് KSU ആവശ്യപ്പെടുന്നത്. അരുൺ, താങ്ക് യു. സുനീഷ ഇല്ലൂരാണ് വിവരങ്ങൾ നൽകിയത്. KSUവും പാദപൂജ വിഷയത്തിൽ ഇപ്പോൾ പ്രതിഷേധത്തിനൊരുങ്ങുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.